ഇത്തവണ നവരാത്രിക്ക് നമുക്ക് ഒരു നെയ്പായസം ഉണ്ടാക്കിയാലോ? അമ്പലത്തിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ നെയ്പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ നെയ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ശർക്കര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര എടുക്കുമ്പോൾ ഇതുപോലെ ഡാർക്ക് കളറായിട്ടുള്ള ശർക്കര എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നാടൻ ശർക്കര എന്നാൽ മാത്രമാണ് നെയ്പായസത്തിൽ നല്ല ഡാർക്ക് കളർ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അരിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. സാധാരണ പായസമൊക്കെ വെക്കുന്ന അതേ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ മിക്കവരുടെയും വീട്ടിൽ റേഷൻ കടയിലെ കിറ്റിൽ നിന്നൊക്കെ കിട്ടിയ ഉണക്കലരിയൊക്കെ ഒരുപാടുണ്ടാവും അല്ലേ? അത് നമുക്കൊരു 5-6 പ്രാവശ്യം ഒന്ന് കഴുകി അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കിടന്ന് ഈ അരി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ അരിയൊക്കെ വെന്ത് വരുമ്പോൾ അതിൻ്റെ പാടയൊക്കെ കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ പായസത്തിൽ പാടയൊന്നും കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ അരിയൊക്കെ ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അരിയൊക്കെ വെന്തൊന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഇത് ഒരുപാട് കുഴഞ്ഞു പോകാനും പാടില്ല. അരിയായിട്ട് തന്നെ ആ ഒരു അരിമണി മുഴുവനായിട്ട് നമുക്ക് കാണണം. ആ ഒരു പരുവത്തിന് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയിൽ നിന്നും ഏകദേശം ഒരു പകുതി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ശർക്കരയുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. ഇനി ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. വീണ്ടും മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ശർക്കരപ്പാനിയൊക്കെ ചേർത്തൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്പായസമല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നറുനെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ മാത്രമാണ് ഈ പായസത്തിൽ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ അരി ബാക്കിയുള്ളതൊക്കെ ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് വേണം ഒന്ന് വെന്ത് വരാനായിട്ട്. എനിക്കിപ്പോൾ കുറച്ചുകൂടി ഒന്ന് മധുരം കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 1/2 കിലോ ശർക്കര മുഴുവനായിട്ട് ഈ 1.5 കപ്പ് അരിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വേറെ ചുക്ക് പൊടിയോ അല്ലെങ്കിൽ കിസ്മിസ് നട്ട്സ് ഇതൊന്നും നെയ്യിൽ വറുത്ത് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ പായസം ഒരുപാട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് കോരി ഒഴിക്കാൻ പാകത്തിനൊരു കൺസിസ്റ്റൻസി ആയിട്ട് കാണാൻ പറ്റും. ഇതായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ അമ്പലത്തിലൊക്കെ പ്രസാദമൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പഴമൊക്കെ ലാസ്റ്റ് ചിലപ്പോൾ അരിഞ്ഞൊക്കെ ചേർക്കാറുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കറക്റ്റായിട്ടുള്ള നെയ്പായസത്തിൻ്റെ അതേ ഒരു രൂപത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നെയ്പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്തവണ നവരാത്രിക്ക് കുട്ടികൾക്കും അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.